7 ഒരു പ്രഭാതം. കൂയേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ, കൂയേ. നിർത്തി, ഈ പാട്ട് നിർത്തണം. ഇനി നമ്മൾ രണ്ടാണ്. ഹിന്ദു വേറെ, മുസ്ലിം വേറെ, ഇന്ത്യ വേറെ, പാകിസ്ഥാൻ വേറെ. നാടൊട്ടുക്കും രഥയാത്ര നടത്തണം. മുസ്ലിമിന്റെ നെഞ്ചിലൂടെ നിണം ചീറ്റി രഥമുരുളണം. ബാബരി പള്ളി തകർക്കണം. രാമക്ഷേത്രം അവിടെ ഉയരണം. ഇനി മഹാരാഷ്ട്ര എന്റേതാണ്. മറാഠ രാജ്യം മറാഠി സംസാരിക്കുന്നവർക്ക്. കുടിയേറ്റക്കാരാണ് മുസ്ലിങ്ങൾ. അവരെ ഭയപ്പെടുത്തണം. ഗുജറാത്തിൽ ഇനി എന്റെ ഭരണമാണ്. മുസ്ലിം കുട്ടികളുടെ ഗുദത്തിലൂടെ ഗ്യാസ് കയറ്റി വയറ് പൊട്ടിച്ച് കൊന്നൊടുക്കണം. കടയും വ്യവസായ സ്ഥാപനങ്ങളും മുസ്ലിമിന്റേതും അല്ലാത്തതും എന്റെ കുട്ടികൾ നമ്പറിടും. തകർക്കേണ്ടത് ഏതെന്ന് എനിക്കറിയാം. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം. കേട്ടില്ലേ, അങ്ങ് കേരളത്തിൽ കോഴിക്കോട്ട് നമ്മുടെ എതിർചേരിയിൽ ഒരു ബാലൻ പിറന്നിരിക്കുന്നു. നല്ല ശരീരം, വിരിഞ്ഞ നെഞ്ച്, വിടർന്ന കണ്ണുകൾ. നിർത്തടാ, അസംബന്ധം, അപശകുനം, ചുട്ടുകളയണം. നാം ഇച്ഛിക്കാത്ത ഒരു ജനനം. പ്രഭു, അവൻ വളരുകയാണ്. വടക്കുവിട്ട് തെക്കോട്ടോടുകയാണ്. ചെങ്കോട്ടയിലേക്കാണ് കണ്ണ്. നോക്കൂ, അവരിങ്ങെത്തി. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും അവൻ ആളുണ്ടത്രേ. ദില്ലിയിലും സ്വന്തക്കാരായി. ഞങ്ങൾ സുരക്ഷിത സ്ഥാനം തേടുകയാണ്. അപ്പോൾ ഞങ്ങളെ ചുമക്കാൻ ആളില്ല. നിങ്ങളെ മുസ്ലിം വിരോധികളാക്കി വളർത്തിയ ഞങ്ങൾക്ക് ഇതോ ഗതി. വൃദ്ധരെ ചുമക്കേണ്ടെന്നാണ് പുതിയ തീരുമാനം. ഈയിടെ വൃദ്ധജൽപ്പനങ്ങൾ വില പോകുന്നില്ല. സച്ചിനും സാനിയയും എന്തിന്, പാകിസ്ഥാനിയായ ഷുഹൈബ് പോലും കൊഞ്ഞനം കുത്തുകയാണ്. രാമരാജ്യം ഇപ്പോൾ ആർക്കും വേണ്ട. ഗുജറാത്തിൽ നിന്ന് പുതിയ വാർത്തയൊന്നുമില്ല. ഇന്നു കിഴക്കൻ മലമുകളിൽ ഒരു പുത്തൻ സൂര്യൻ ഉദിച്ചു. ഊരിൽ തിങ്ങിയ കാടുകളിൽ വെള്ളപ്പൂക്കൾ വിരിഞ്ഞു. ഇന്നു കിഴക്കൻ മലമുകളിൽ ഒരു പുത്തൻ സൂര്യൻ ഉദിച്ചു. ഊരിൽ തിങ്ങിയ കാടുകളിൽ വെള്ളപ്പൂക്കൾ വിരിഞ്ഞു.